പക്ഷേ എനിക്കാണെങ്കിൽ എന്ത് സർപ്രൈസ് കൊടുക്കുന്ന യാതൊരു വിധത്തിലുള്ളതുമില്ല. കാരണം എപ്പോഴും ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് സ്ട്രോബെറീസ്, നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ കുറച്ച് സ്ട്രോബെറീസ് മേടിച്ചിരുന്നു. അതാണിത്. ഞാൻ കഴുകി വെച്ചിരിക്കുന്ന സ്ട്രോബെറീസാണ്. ഈ സ്ട്രോബെറി ഉപയോഗിച്ച് ഞാൻ കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റാണ്, ഇത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമും മേടിച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉള്ളൊരു ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക് എന്നൊക്കെ പറയാട്ടോ. അതാണിത്. കേക്കൊക്കെ പോലെ തന്നെ ഇരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. ഇതിങ്ങനെ സിലിണ്ടർ ആകൃതിയിലാണ് കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിന് മുകളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു. എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് ക്രീമാണ്. അപ്പോൾ ഇത് നാത്താന്ന് പറയുന്നൊരു സംഭവം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതും എല്ലായിടത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുത്തു. അത് പക്ഷേ ഒഴിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഗൈസ്, ഫൈനൽ ലുക്ക് ഇതാണ്. പക്ഷെ ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞ് അതിൻ്റെ മുകളിൽ എഴുതിയതാണ്. പക്ഷെ അത് ഫെയിലായി പോയി. പിന്നെ നമ്മുടെ കയ്യിൽ ക്രീമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഫിൽ ചെയ്തില്ല. നല്ല സൂപ്പറാണല്ലോ. എന്താ മനസ്സിലായില്ലേ? ഇത് മറ്റേ ക്രീമും കേക്കും പിന്നെ വേറെന്താ എന്താന്ന് മനസ്സിലായില്ലോ? എന്താ വിവാഹവാർഷികമാണല്ലോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. I love you. I love you. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നമുക്ക് മുറിക്കാൻ സന്തോഷമായിട്ട് കേക്ക് മുറിക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കുഞ്ഞി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പൊന്നാരി കുഞ്ഞി. അങ്ങനെ മുറിക്കാം. ഞാൻ ചക്കുഞ്ഞിക്ക് ഫസ്റ്റ് എടുത്ത് തരാം. How is it? No. വേറെ മുറിച്ചാ. അയ്യോ സ്ട്രോബെറി ഇത് ഭയങ്കരമായിട്ട് സൂപ്പർ. ரொம்ப ഓവറാ അവർക്ക് കേട്ടോ. ഞാനത് മേടിക്കുന്ന വെച്ചാൽ ഓൾറെഡി കണ്ടതാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള സാധനം എന്താന്ന് അറിയാൻ പാടില്ല. ഉള്ളിലുള്ള സാധനം മാത്രം കാണിച്ചില്ല. പിന്നെ പെന്നാരി പറഞ്ഞു തുറന്നു നോക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ തുറന്നു നോക്കിയില്ല. കൊറേ വട്ടമിട്ട് പറഞ്ഞു. ഇതെനിക്ക് പൊന്നാരി ഇതിനെ സീല് വെച്ചു ഇങ്ങനെ കവറിലാക്കി. രണ്ടും അതിൻ്റെ അകത്ത് വേണ്ട ചോത്താ
എണ്ണയിലിട്ട് മൊരിച്ചു. ഇപ്പൊ എങ്ങനെ കീറി എടുക്കില്ല, തല എവിടെയാ? അച്ഛൻ തുറന്ന് നോക്കൂലെങ്കിൽ ഞാനത് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷെ അച്ഛൻ നോക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ നോക്കൂലായിരുന്നു. പൊന്നാരി തോക്കരുതെന്ന് പറഞ്ഞ പിന്നെ ഞാൻ നോക്കൂ. 2 പ്രാവശ്യം കിള്ളിപ്പൊളിച്ച് പണ്ട് നോക്കിയായിരുന്നു. ഏത് ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് മേടിച്ചു വന്നിട്ട് ഫ്രിഡ്ജ് മൊത്തം. അച്ഛന് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇഷ്ടപ്പെടും. അതെനിക്കറിയില്ല. അച്ഛൻ ഇത് കണ്ടപ്പോൾ പറഞ്ഞല്ലേ കാശുണ്ടെങ്കിൽ എന്തായാലും ഞാനിത് മേടിച്ചേനെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാറിൽ ഇടാനായിട്ടാണോ മാത്രമാണോ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ. കാറിൽ അത് പിന്നെ നടക്കാനും കുഴപ്പമില്ല, കാറിലിടാൻ മാത്രമല്ലല്ലോ എന്ന് വെച്ചാൽ ഉറപ്പ് പറഞ്ഞില്ലേ. പുറത്ത് ബൈക്ക് ഓടിക്കും, വണ്ടി ഓടിക്കുമ്പോൾ ഉപയോഗിക്കാൻ ഉള്ളതാണ്. അതിന് അതിൻ്റെ അകത്ത് രസം കാണാല്ലേ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ റൂട്ടുകളൊക്കെ നടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പോണ സ്ഥലങ്ങളിൽ നടക്കാൻ പറ്റുമോ? ഉപയോഗിക്കാം. നല്ല ഗ്രിപ്പ് ഉണ്ടെന്ന്. ടീം സ്പോർട്സ് ബൂമറാങ്. അതൊന്ന് ഇട്ട് കാണിച്ചു തരോ? അങ്ങനെ അതിടാൻ പോവാണ്. നടന്നൊന്ന് വരാമോ? അങ്ങനെ 2ാമത്തെ വിവാഹ വാർഷികം. 2 കൊല്ലം കല്യാണം കഴിച്ച് ഇടങ്ങിയും പെടങ്ങിയും കടിച്ചും മന്തി കിള്ളിയൊക്കെ ഒരുമിച്ച് നിന്നിട്ട് 1 കൊല്ലം 8 മാസമായിട്ടുള്ളൂ. പക്ഷെ ലൈഫ് തുടങ്ങിയിട്ട് 2 കൊല്ലം. പക്ഷെ എല്ലാ പ്രാവശ്യവും കാണുമ്പോഴും ഭയങ്കര പുതുമയാണ് രണ്ടുപേർക്ക്. എല്ലാം ഒരു വീട്ടിലാണ്, പക്ഷെ ഭയങ്കര പുതുമയാണ്. അങ്ങനെ എൻ്റെ ലൈഫിൽ എൻ്റെ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ എൻ്റെ ലൈഫ് പാർട്ട്ണർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇച്ചാൻ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് മൈക്ക്, പിന്നെ മറ്റേ യൂട്യൂബിൽ ചെയ്യാനുള്ള മൈക്ക്, മൈക്ക്, പിന്നെ നമ്മുടെ പുതിയ ടാബ്, ഇതെല്ലാം ചൈൻ ഈ വിവാഹ വാർഷികത്തിനും ബർത്ത്ഡേക്കും മാത്രമല്ല, അല്ലാണ്ട് കുറേ ഗിഫ്റ്റുകൾ, സർപ്രൈസ് ഗിഫ്റ്റുകൾ വാങ്ങിച്ച് തന്നുകൊണ്ട്. അല്ലാണ്ട് എനിക്ക് വേണ്ട. അപ്പോൾ ഇച്ചായന് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായി. കാരണം ഇച്ചായന് എനിക്ക് തരുന്നത് കംപ്ലീറ്റ് സർപ്രൈസാണ്, എപ്പോഴും സർപ്രൈസ്. പിന്നെ അതുപോലെ ഇപ്പം നമ്മളിട്ടേക്കണ എൻ്റെ പുതിയ ഷൂസ് എല്ലാം. അപ്പോൾ ഇച്ചന് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇച്ചന് വേതാളം പോലെ എപ്പോഴും കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഒരു കുഞ്ഞു കുടുംബത്തിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.